സിസ്റ്റത്തിന്റെ പിഴവ് കൊണ്ടാണ് സംഭവിച്ചത്. ഒരു ഫ്ലോർ നഴ്സ് ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. കൃത്യമായി ഉപകരണങ്ങളുടെ എണ്ണമൊക്കെ എഴുതി തിട്ടപ്പെടുത്തി വയ്ക്കാൻ ഒരാളില്ല. ഇപ്പൊ എണ്ണം എഴുതി തിട്ടപ്പെടുത്തി വച്ചില്ല എങ്കിൽ ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് വയറിനുള്ളിൽ അകപ്പെട്ടു പോകുമോ എന്ന സ്വാഭാവികമായ ചോദ്യം നമുക്കൊക്കെ അവശേഷിക്കുന്നുണ്ട്. കത്രിക ഉള്ളിലിരുന്നതിന്റെ വേദനയല്ല, ഇതിന് മുൻപൊരു ശസ്ത്രക്രിയ നടത്തിയ സമയത്തായിരിക്കാം കത്രിക ഉള്ളിലുള്ളത് എങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ഡോക്ടർ ചോദിക്കുന്നത്. വളരെ നിസ്സാരമായാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയെങ്കിൽ ഇത്ര വലിയൊരു സർജറി ചെയ്യുന്ന സമയത്ത് ഈ കത്രിക കണ്ടുപിടിക്കപ്പെടാതെ പോകുമോ? ശരീരത്തിനുള്ളിലല്ലേ ഈ സാധനം ഇരിക്കുക. ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായി സ്കാനിങ്ങോ എക്സ്റേ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കാതിരിക്കുമോ? ആ സമയത്ത് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? ഈ ഉപകരണങ്ങളുടെ എണ്ണം എഴുതി തിട്ടപ്പെടുത്തി വെച്ചില്ല എന്നതുകൊണ്ട് മാത്രം ഒരു ഉപകരണം ശരീരത്തിനുള്ളിൽ കുടുങ്ങി പോകാമോ? രഘു പറയൂ. ആദ്യം തന്നെ പറയട്ടെ, ഡോക്ടർ ലളിതാംബികയുടെ ഒരു വിശദീകരണം അവരല്ല ഈ ശസ്ത്രക്രിയ ചെയ്തത് എന്നുള്ളതാണ്. ആ യൂണിറ്റിൻ്റെ ചീഫ് ആയതുകൊണ്ട് ഒരു പക്ഷേ ആ പേര് അവിടെ ഉണ്ടായിരുന്നതായിരിക്കാം. ആരാണ് ശസ്ത്രക്രിയ ചെയ്തതെന്നുള്ളത് രജിസ്റ്റർ നോക്കിയാൽ ലഭിക്കും എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. എന്നു മാത്രവുമല്ല, മോത്തി പറഞ്ഞതുപോലെ ഇത് സിസ്റ്റത്തിൻ്റെ മുഴുവൻ ഫെയിലുവർ കാരണമാണ് ഇത്തരത്തിലുള്ളൊരു ദുരിതം അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായതെന്നുള്ളതാണ് ഡോക്ടറുടെ വിശദീകരണം. കാരണം ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എടുക്കുന്നത്, ഏതൊക്കെ തിരിച്ചു വെച്ചു എന്നുള്ളൊരു കണക്ക് അവിടെ സൂക്ഷിക്കുന്നില്ല, സർക്കാർ ആശുപത്രികളിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. എന്നു മാത്രവുമല്ല, ഒരു പക്ഷേ 20 വർഷം മുൻപ് അവർക്കൊരു ശസ്ത്രക്രിയ ചെയ്തിരുന്നു. ആ ശസ്ത്രക്രിയയിലായിരിക്കാം ഒരു പക്ഷേ ഈ ഡോക്ടറുടെ ഒരു വിശദീകരണം. കത്രിക എന്ന് പറയുമ്പോൾ അത്ര വലിയ കത്രികയല്ല, എക്സ്റേയിൽ ഇത് വലിയതായിട്ട് കാണിക്കുന്നതാണ്, ചെറിയ ഒരു കത്രികയാണ്. ആ കത്രികയല്ല, ഈ തുന്നലിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണമാണ്. അത് അവിടെ ഇരുന്നതുകൊണ്ട് കാര്യമായ കുഴപ്പമില്ല. അങ്ങനെ വരാൻ ഡോക്ടർ എടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ വരാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഇരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. എന്തായാലും ആരാണ് ശസ്ത്രക്രിയ ചെയ്തത് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ അല്ല ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ചെയ്തയാളിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം കൂടി ആ സംഭാഷണത്തിൽ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. അത് ഡോക്ടറെ കുറ്റം പറയാൻ പറ്റില്ല. ഫ്ലോർ നേഴ്സ് ഇല്ലാത്തതാണ്, ആവശ്യത്തിന് ഇതൊക്കെ ചെയ്യാനുള്ള ജീവനക്കാരില്ലാത്തതാണ്. ഇനിയെങ്കിലും ഈ സിസ്റ്റത്തിൽ മാറ്റം വരട്ടെ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അതിന് വലുതായാലും ചെറുതായാലും ഒരു ശസ്ത്രക്രിയ ഉപകരണം ശരീരത്തിനുള്ളിൽ കുടുങ്ങി പോവുക എന്ന ഗുരുതരമായ വീഴ്ചയിൽ നിന്ന് ഇവർക്ക് ആർക്കും പിന്നോട്ട് നിൽക്കാൻ കഴിയില്ല.